ആക്ഷൻ. ഞാൻ തന്നെ കഴിഞ്ഞ വർഷം മിസ്സായി, ഇപ്രാവശ്യം മിസ്സാവും. അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. ഡയലോഗ്. ഞാൻ അനശ്വരെ ആദ്യമായിട്ട് കാണുന്നത് ഒരു ഓഡിഷനിലാണ്. എന്നിട്ട് അപ്പൊ ഞാൻ അനശ്വരെ കാണുന്നു, അനശ്വര എന്നെ കാണുന്നു, അനശ്വരെ കാണുന്നു, അനശ്വര എന്നെ കാണുന്നു. അങ്ങനെ ഡയറക്ടറിന്റെ അടുത്ത് പോവുകയാണ്. അപ്പൊ ഡയറക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അനശ്വരെ 3 വാക്കിൽ ചിരിപ്പിക്കണം, എങ്കിൽ നീയാണ് അനശ്വര നായകൻ. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കണ്ണെഴുതാൻ വേണം കരി, ചോറ് വെക്കാൻ വേണം അരി, എനിക്ക് വേണം അനശ്വര കള്ളച്ചിരി. എന്തിനാ കത്തിയെടുക്കുന്നേ? ഇങ്ങനെ ആർത്തടുത്ത് കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. അണ്ണ കൈയുടെ എന്ത് ചെയ്യുന്ന കോമഡിയാണ് കൊള്ളൂല്ലേ? എന്റെയും അനശ്വര സിനിമ പുറത്താവുകയാണ്. പുറത്തായപ്പോഴാണ് ആ കാര്യം മനസ്സിലാവുന്നത്. 2.5 മണിക്കൂറുള്ള സിനിമ അനശ്വര മാത്രമേ ഉള്ളൂ എന്നെ കട്ട് ചെയ്ത്. സ്വാഭാവികം. എന്നെ കട്ടാക്കി. അങ്ങനെ പിന്നെ ഫെബ്രുവരി 14 ഞാൻ കാത്തിരിക്കുകയാണ്. എന്തിനാണ്? അനശ്വര പ്രപ്പോസ് ചെയ്യാൻ. വേണ്ടായിരുന്നു, ഭയങ്കര മോശമായി പോയി. എനിക്കും തോന്നി. +2 പാസ്സായപ്പോഴാണ് തണ്ണീർ മൊത്തം ഹിറ്റ് അടിച്ച്. കോളേജ് 3rd ഇയർ ആയപ്പോ 75 കോടി. ഏത് രേഖാചിത്രം? നിർത്തിക്കോ, ഇവിടെ വെച്ച് നിർത്തിക്കോ. ഉറങ്ങി അണ്ണനെ ഞാൻ നമ്മുടെ വിജയം. കൊല്ലണ്ട, എത്ര കാശ് വേണമെങ്കിലും തരാം. അവനെ ഇവിടെ നിന്ന് തല്ലി ഓടിച്ച് തന്നാ മതി. അനശ്വരയുടെ കരിയർ എങ്ങനെ പോകുന്നു? പറ. ഗ്രോത്ത് ഇങ്ങനെ പോവാ. അതുപോലെ എന്റെ എങ്ങനെ പോകുന്നു? ഹോൾഡ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. കല്യാണി, നിങ്ങൾക്ക് ആള് മാറിയതാണെന്നാ തോന്നണേ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അനശ്വരയാണ്. ഞാൻ പിന്നെ കല്യാണം കേട്ടി. ലാലേട്ടൻ വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും? ഞാൻ ഒരു മെന്റലിസ്റ്റ് ആണ്. അതിലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെന്റലിസ്റ്റ്. ഈ 12 വർഷവും അയാൾക്ക് ഭ്രാന്തുണ്ടായിരുന്നു എന്നല്ലേ അതിനർത്ഥം? അതെ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ.